അപ്പം ഇന്ന് എന്താ തോട്ടിയൊക്കെ പിടിച്ചിട്ട് നിൽക്കണമെന്ന് അറിയോ? മുരിങ്ങക്കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മുരിങ്ങക്കായ ഉണ്ടായിട്ട് മൂത്ത് പോവാണ്. അപ്പം ഞാൻ വിചാരിച്ചു മുരിങ്ങക്കായ കൊണ്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം. കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങക്കായും മുട്ടയും കൂടിയിട്ട് നമുക്കൊരു അവിയലുണ്ടാക്കാം. അപ്പം നമുക്ക് മുരിങ്ങക്കായ പൊട്ടിക്കാൻ കേട്ടോ. അപ്പം നല്ല മൂക്കുമല്ലോ അല്ലേ. അപ്പോൾ ആവശ്യത്തിനുള്ള മുരിങ്ങക്കായൊക്കെ ഞാൻ പൊട്ടിച്ചെടുത്തു കേട്ടോ. നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അങ്ങനെ മുരിങ്ങക്കായ പൊട്ടിച്ചെടുത്തപ്പോൾ നല്ല വണ്ണുള്ള മുരിങ്ങക്കായ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. എന്നാലും അത് നന്നായി മൂത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അത് ഞാൻ നുറുക്കാനായിട്ട് കിണറിൻ്റെ മുകളിൽ തന്നെ അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ 2 ഉരുളൻകിഴങ്ങ് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു സ്പെഷ്യൽ ടൈപ്പിലാണ് ഈ കറി വെക്കണേ കേട്ടോ. സാധാരണ ആരും ഇങ്ങനെ വെക്കാറില്ല. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെക്കുമ്പോൾ. ഞാനിതിവിടെ അങ്ങനെ മുരിങ്ങക്കായയുടെ സീസൺ ആകുമ്പോൾ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുരിങ്ങക്കായൊക്കെ ഇങ്ങനെ നുറുക്കിയെടുത്തിട്ട് ഇതേ നല്ല വണ്ണുള്ളത് നടു കീറി ഇങ്ങനെ എടുത്തു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഉള്ളു ഒരുമിച്ച് വേവില്ല. അതുകൊണ്ട് ഞാൻ നടു കീറിയെടുത്തു. അങ്ങനെ ഞാൻ എല്ലാ മുരിങ്ങക്കായും നുറുക്കിയെടുത്തു. പിന്നെ ഇതേ ഉരുളൻകിഴങ്ങും ഇങ്ങനെ നീളനെ മുറിച്ചെടുത്തു കേട്ടോ. അധികം വണ്ണമില്ലാതെ നീളനെ ഇങ്ങനെ മുറിച്ചെടുത്തു. എന്നിട്ട് ഞാൻ പച്ചക്കറികൾ കഴുകിയിട്ട് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്ക് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം, എത്ര എരിവ് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ കുറച്ച് വെള്ളം, ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. പിന്നെ ഇത് അടച്ചു വെച്ചത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഉരുളൻകിഴങ്ങ് അടിക്ക് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണല്ലോ. അപ്പോൾ ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കാം. ഒരു മുറി നാളികേരവും കുറച്ച് ജീരകവും പിന്നെ കുറച്ച് പുളി, ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലൊക്കെ ഉള്ള ഒരു പുളി എടുക്കുക. പിന്നെ കുറച്ച് ചുവന്നുള്ളി എടുക്കുക. പിന്നെ 3 വെളുത്തുള്ളി അരി ഇടുക. വെളുത്തുള്ളി അരി 3 തന്നെ എടുക്കാൻ പാടുള്ളൂ, കൂടുതലാവണ്ട. സാധാരണ നമ്മൾ അവിയലിൽ വെളുത്തുള്ളി ഇടില്ലല്ലോ, പക്ഷേ ഇതിന് വെളുത്തുള്ളി ആവശ്യമാണ് കേട്ടോ. അപ്പം നമുക്ക് അത് വേവുമ്പോഴേക്കും ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ അവിയലിന് ചതച്ചെടുക്കില്ലേ, അതുപോലെ ചതച്ചെടുക്കണം. എന്നിട്ട് ഈ കഷ്ണങ്ങൾ വെന്ത് പാകമായി വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലപോലെ വെന്ത് ഡ്രൈ ആവണ്ട കേട്ടോ. വെള്ളം വറ്റിയിട്ട് കുറച്ച് ചെറിയൊരു നനവ് വേണം. എന്നിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ തേങ്ങയുടെ കൂട്ട് എല്ലായിടത്തേക്കും പിടിക്കണ വിധത്തിൽ നമ്മളിത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ ഒരു 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തൊലി പൊളിച്ച് നടു കീറി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ മുട്ട നമുക്ക് ആവശ്യമുള്ള അളവിനനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വല്ലാണ്ട് ഇങ്ങനെ കൂട്ടി ഇളക്കരുത്. അപ്പം നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുക, സാധാരണ അവിയലിന് ചേർക്കില്ലേ അതുപോലെ. എന്നിട്ട് നമ്മൾ ഈ മുട്ടയുടെ മുകളിലേക്കൊക്കെ ഈ മസാലകൾ കോരി ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മളിങ്ങനെ തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയില്ലേ, അതുപോലെ കുറച്ച് നേരം വെച്ച് കൊടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പില മുകളിൽ വിതറി കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല മുട്ട മുരിങ്ങയ്ക്ക അവിയൽ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കണ പോലെയല്ല, നല്ല മണവും വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റുമാണിത്. പിന്നെ അധികം ആരും ട്രൈ ചെയ്ത് നോക്കാത്തൊരു കോമ്പിനേഷനാണ് മുരിങ്ങക്കായും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും മുട്ടയും കൂടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ വിചാരിക്കണ പോലെയല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ.